ഹലോ, ഈ വീഡിയോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഹോം ടൂറാണ്. ഇതൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണ്. കയറുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ചെറിയ കോറിഡോറാണുള്ളത്. ഡോറിൻ്റെ അടുത്തായിട്ട് തന്നെ ഷൂറാക്കും കീ ഹോൾഡറുമാണ് വെച്ചിട്ടുള്ളത്. ഈ ഷൂറാക്ക് രണ്ടും സെപ്പറേറ്റ് ആണ്, നമ്മൾ കമ്പൈൻ ചെയ്ത് വെച്ചതാണ്. ഇത് വാങ്ങിയത് ഐക്യന്നാണ്. പിന്നെ ഒരു ജിമ്മിൻ്റെ ബാഗും ഉണ്ട്, മോളെ സൈക്കിളും ഉണ്ട് അടുത്ത്. അത്യാവശ്യം നല്ല ഷൂ എല്ലാം കൊള്ളും ഇതിൻ്റെ ഉള്ളിൽ. റൈറ്റിൽ കാണുന്ന ഫസ്റ്റ് ഡോറ് കിച്ചണിലേക്കാണ്. നെക്സ്റ്റ് ഡോറ് വരുന്നത് വാഷ്റൂമിലേക്കാണ്. ഞങ്ങളിവിടെ ഏകദേശം 3 വർഷത്തോളമായി. നമ്മളിത് വാങ്ങുന്ന സമയത്ത് ഫുൾ എംപ്റ്റി ആയിട്ട് A to Z നമ്മൾ വാങ്ങിയതാണ്. മൊത്തം കാലിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിലൂടെ നേരെ കയറി പോകുന്നത് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഹാളിലേക്കാണ്. ഇവിടെ നമ്മൾ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ചെറുതായിട്ട് ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്ത പോലെ വെച്ചേക്കാണ്. കാരണം ഓൾറെഡി ഒരു സെപ്പറേഷൻ കൊടുത്താൽ കുറച്ചും കൂടിയും കൺജസ്റ്റഡ് ആയി ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യാതിരുന്നത്. ഫസ്റ്റ് ഞാൻ ഈ ഒരു പോർഷനെ പറ്റി പറയാം. ഇതൊരു ബെഡ് കം സോഫയാണ്. ഇപ്പോൾ സ്റ്റുഡിയോ 1 BHK അല്ലെങ്കിൽ സ്പേസ് ഒക്കെ കുറവുള്ളവർക്ക് പറ്റിയ ഒരു നല്ല ഓപ്ഷനാണ് ഈ സോഫ. നമുക്ക് സോഫ ആയിട്ടും അറ്റ് ദ സെയിം ടൈം ബെഡായിട്ടും യൂസ് ചെയ്യാം. ഈ ടീപ്പോയ് ആൻഡ് സോഫ രണ്ടും നമ്മൾ ഐക്യയിൽ നിന്ന് മേടിച്ചതാണ്. സൈഡിൽ ഞാനൊരു സൈഡ് ടേബിൾ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അത് മോളെ തിങ്സ് എല്ലാം ആണ് അതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ താഴെട്ടിരിക്കുന്ന ഈ റഗ് ഇവിടെ ദുബായിലെ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. നല്ല അഫോർഡബിൾ റേറ്റിൽ ഇവിടെ നല്ല റഗ് മാറ്റൊക്കെ നമുക്ക് കിട്ടും. പെട്ടെന്ന് ഒന്നും നാശമാകുന്നൊന്നുമില്ല. കുറേ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇത്. പിന്നെ ഈ ഒരു സോഫ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ വൺ സൈഡ് ഫുള്ള് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലോണം സാധനങ്ങളും കൊള്ളും. നമ്മുടെ സ്റ്റുഡിയോ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്, സാധനങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ അതൊക്കെ ഇതിലാണ് വെക്കാറ്. പിന്നെ ഇതാ നമുക്ക് അടിയിലൂടെ ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഇതുപോലെ ഉണ്ടാവുക. ഇത് നമുക്ക് അത്യാവശ്യം ഒരു 2 അഡൽറ്റിനും കിഡിന് സുഖമായിട്ട് കിടക്കാവുന്നതാണ്. ബെഡ് പോലെ തന്നെയാണ്. നമുക്ക് സോഫ്റ്റ് ആണെന്നൊന്നും ഫീൽ ചെയ്യില്ല. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ മുന്നിലായിട്ട് TV, സ്പീക്കർ, പിന്നെ TV ക്യാബിനറ്റ് വെച്ചിട്ടുണ്ട്. ഈ TV ക്യാബിനറ്റ് ഐക്യൻ്റെ പ്രൊഡക്റ്റാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ക്യാബിനറ്റാണ്. അതുമാത്രമല്ല ഇത് അത്യാവശ്യം നല്ല സാധനങ്ങൾ നമുക്ക് വെക്കാനും പറ്റും. ഇതിൻ്റെ കാണുന്ന പോർഷനിലായിട്ട് തന്നെ ഞാൻ നോവൽസ്, ഇൻസ്പിറേഷണൽ ബുക്സ്, സ്റ്റോറി ബുക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ മോളെ സ്കൂൾ ഐറ്റംസ് ആണുള്ളത്. അവളെ ബുക്സ്, ഫയല്, പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ. അവൾ സ്കൂളിൽ പോയതുകൊണ്ടാണെങ്കിലും കുറച്ചുകൂടി ബുക്സ് ഉണ്ടാവും. ചെറിയ ക്ലാസ് ആയതുകൊണ്ട് ഇത്ര സ്പേസ് മതി. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഞാൻ എൻ്റെ ലാപ്ടോപ്സ്, ടാബ്, പിന്നെ ചാർജർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റുഡിയോ ഉള്ളവർക്കൊക്കെ ഇതുപോലൊരു ക്യാബിനറ്റിന് സ്പേസ് ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നെക്സ്റ്റ് ഞാൻ ഡൈനിങ് ഏരിയ കാണിക്കാം. ഇതിൻ്റെ മേലെ ക്ലോക്ക് വെച്ചിട്ടുണ്ട്. വേറെ എക്സ്ട്രാ ഡെക്കറേഷൻസ് ഒന്നുമില്ല. ഇത് കാണുമ്പോൾ ഒരു 6 സീറ്റർ ടേബിളാണ്, പക്ഷേ ആക്ച്വലി ഇതൊരു എക്സ്റ്റെൻഡബിൾ ടേബിളാണ്. ഞാൻ ഇത് വാങ്ങാത്തതിൻ്റെ മെയിൻ കാരണം അതാണ്. അഗെയിൻ ഇതൊരു ഐക്യൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ യൂഷ്വലി ജഗ്, പിന്നെ എന്തെങ്കിലും ഈറ്റബിൾസ് ലൈക്ക് കപ്പ് കേക്ക്സ്, ഫ്രൂട്ട്സ് ഒക്കെയാണ് വെക്കാറുള്ളത്. ഈ ഹീറ്റ് പാഡ് നല്ലതാണ്. ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് വാഷ് ചെയ്യാം, പെട്ടെന്നൊന്നും പിടിക്കത്തുമില്ല. അഗെയിൻ ഇത് ഐക്യൻ്റെ തന്നെയാണ്. ടേബിൾ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. സുഖമായിട്ട് 8 പേർക്ക് ഇരിക്കാം. 12 പേർക്കും വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചെറിയ സ്പേസ് ഉള്ളവർക്ക് പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണിത്. നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും പെട്ടെന്ന് വരുമ്പോഴോ ഫങ്ഷനൊക്കെ ഉണ്ടാവുമ്പം നമുക്ക് ഈ സ്പേസിൻ്റെ ഇഷ്യൂസ് വരത്തില്ല. ഇതുപോലൊരു ടേബിൾ ഉണ്ടെങ്കിൽ നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാവുന്നതാണ്. ഇതുപോലൊരു ടേബിൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവിടെ വാളിൽ സൈഡിലായിട്ട് ഒരു ലാക്ക് വെച്ചിട്ടുണ്ട്. അതുമേലൊരു വോളാട്ടും ഉണ്ട്. അത് നമ്മൾ തെമുന്ന് മേടിച്ചതാണ്. നെക്സ്റ്റ് ഈ ഹാളിൽ നിന്ന് നേരെ പോകുന്ന ബെഡ്റൂമിലേക്കാണ്. ഇതൊരു സ്റ്റുഡിയോ ആയതുകൊണ്ട് തന്നെ പാർട്ടീഷൻ്റെ അല്ല, നമ്മളൊരു കർട്ടൻ വെച്ച് കവർ ചെയ്തേക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് പാർട്ടീഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ എക്സ്ട്രാ നല്ല പേയ്മെൻ്റ് എല്ലാം കൊടുക്കണം. ഇത് അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു കിങ് സൈസ് ബെഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ കിഡ്സ് ബെഡും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ മെയിനായിട്ട് ഈ ഒരു അൽമാറ വെച്ചിട്ടാണ് ഹാളും ബെഡ്റൂമും പാർട്ടീഷൻ ചെയ്തേക്കുന്നത്. ഇവിടെ പിന്നെ എൻ്റെ മോളെ കുറേ കലാപരിപാടി ഉണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള മക്കൾക്കൊക്കെ ഇതുപോലെ ഒരു ആർട്ട് വാൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇത് ആർട്ട് വാൾ അല്ല, കബേർഡാണ്, പക്ഷേ സ്റ്റിൽ ഇതുപോലെ ഒരു സ്പേസ് ഉള്ളത് നല്ലതാണ്. അവർക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ഓരോന്നും ചെയ്യാൻ പറ്റും.
റോൾ ഇതൊക്കെ വല്ലപ്പോഴും നമുക്ക് ആവശ്യം വരുന്നത് ആയതുകൊണ്ട് തന്നെ ഞാൻ അൽമാറിൻ്റെ മേലെ വെച്ചേക്കുന്നതാണ്. പിന്നെ ഇവിടെ ഒരു ലോണ്ടറി ബാഗ് ഉണ്ട്. ഈ മിറർ ജസ്റ്റ് ചാരി വെച്ചതാണ്, അത് സ്റ്റിക്ക് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഈ അൽമാര, ബെഡ് സൈഡ് ടേബിള്, ബെഡ്, പിന്നെ കിഡ്സ് ബെഡൊക്കെ ഇവിടുന്ന് ഓൾറെഡി സെക്കൻഡ് ഹാൻഡ് മേടിച്ച് വെച്ചതാണ്. പിന്നെ ഈ ബെഡിൻ്റെ അടിയിലായിട്ട് തന്നെ ഒരു വലിയ ബോക്സ് വെച്ചിട്ടുണ്ട്. അതിലാണ് മോളുടെ കളിക്കുന്ന സാധനങ്ങൾ, എല്ലാ ടോയ്സും എല്ലാം അതിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ ഒരു ടേബിൾ ആൻഡ് ചെയർ. ഇത് നമ്മളെ സ്റ്റഡി പർപ്പസിന്, വർക്കിംഗ് പർപ്പസിന്, ഈവൻ അയൺ ചെയ്യാൻ എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ടേബിളാണ്. ഈ റൂമിൽ നിന്ന് നേരെ ഈ ഡോറ് തുറന്നാൽ ബാൽക്കണി കാണാവുന്നതാണ്. ബാൽക്കണിയിൽ നിന്ന് നല്ലൊരു വ്യൂ ആണ്. മേലെ അയൽ വെച്ചിട്ടുണ്ട് അലക്കിയതെല്ലാം ഇടാൻ. പിന്നെ ഫ്ലാറ്റിൻ്റെ വരെ തന്നെ സെക്യൂരിറ്റിക്ക് 2 നെറ്റ് അടിച്ച് വെച്ചതാണ്. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് ബസ് സ്റ്റാൻഡിലേക്ക്, സിറ്റി സെൻറ്ററിലേക്കൊക്കെ. ബെഡിൻ്റെ താഴെ ഞാൻ ചെറിയൊരു റഗ് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ മുന്നേ പറഞ്ഞ സെയിം ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. ഈ ഫ്ലോറിൽ നമ്മൾ കാർപ്പറ്റ് ഇട്ടതാണ്. ഇത് കുറച്ചൊരു എക്സ്പെൻസീവ് കാർപ്പറ്റാണ്, പക്ഷേ നമുക്കിവിടെ കുറച്ച് കാലം നിൽക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇടുന്നത് വർത്താണ്. ദുബായിലുള്ള അധിക സ്റ്റുഡിയോ വെച്ച് നോക്കുമ്പം ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ആണ്. കിച്ചൺ ആണെങ്കിലും അത്യാവശ്യം സ്പേസ് ഉള്ള കിച്ചണാണ്. അധിക സ്റ്റുഡിയോയിലും സെപ്പറേറ്റ് കിച്ചൺ തന്നെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി കൺജസ്റ്റഡ് ആയിട്ടുള്ള കിച്ചണെല്ലാം ആണ് ഉണ്ടാവുക. ഈ കിച്ചണിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഓൾറെഡി ഇവിടെയുള്ള വയറിങ്ങിനനുസരിച്ച് വെച്ചതാണ്. വാഷിംഗ് മെഷീന്, മിക്സൊക്കെ നമ്മൾ പുതിയത് മേടിച്ചതാണ്. ഫ്രിഡ്ജ് ഓൾറെഡി സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാണ്. ഈ വാഷിംഗ് മെഷീൻ്റെ ഫ്രിഡ്ജിൻ്റെ ഇടയിലായിട്ട് ഞാൻ എൻ്റെ സ്റ്റോറേജ് ബോക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ വാഷിംഗ് ഡിറ്റർജൻറ്റ്, ലിക്വിഡെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൻ്റെ മേലായിട്ട് എയർ ഫ്രയർ, പിന്നെ ജിമ്മിൻ്റെ പ്രോട്ടീൻ പൗഡറെല്ലാം വെച്ചിട്ടുണ്ട്, ചിരവ, അതൊക്കെയാണുള്ളത്. ഇനി സ്റ്റവിൻ്റെ ഇടയിലായിട്ടാണ് പിന്നെ ഗ്യാസ്, വാട്ടർ ക്യാന്, പിന്നെ കോമൺ ആയിട്ട് ആവശ്യം വരുന്ന സാധനങ്ങളൊക്കെ വെക്കാനൊരു സ്റ്റാൻഡിലും വെച്ച്. സ്റ്റവിൻ്റെ അടുത്ത് തന്നെ വേറൊരു സ്റ്റാൻഡ് നമ്മൾ വാഷ് ചെയ്ത പ്ലേറ്റ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഫ്ലോറ് നമ്മൾ ചെയ്തേക്കുന്നതാണ്. ഇത് കാണുമ്പോൾ ടൈല് പോലെ തോന്നുമെങ്കിലും പക്ഷേ ഇതൊരു കട്ടിയുള്ള ഒരു മാറ്റാണ്, സ്റ്റിക്ക് ചെയ്യുന്നതാണ്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പെട്ടെന്ന് നാശമാവുന്നില്ല, നമുക്ക് നന്നായി തുടയ്ക്കാനെല്ലാം പറ്റും. ഇത്രയൊക്കെയാണ് ഞങ്ങൾ ഈ സ്റ്റുഡിയോനെ കുറിച്ച് കാണിക്കാനുള്ളത്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.